ഏറെക്കാലമായി പശ്ചിമേഷ്യ അശാന്തമാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിന്റെ ഗസ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ, അതിനുശേഷം ദമാസ്കസിലെ ആക്രമണത്തിന് പകരമെന്നോണം ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്കുള്ള ഇതൊക്കെ വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള വിലയിരുത്തലുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വന്നിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇറാനിലെ ഇസ്ഹാന് നേരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. രാജ്യത്തിനുള്ളിൽ പല ഭാഗത്തേക്കുമുള്ള വിമാനയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. ഇറാനുള്ളിലേക്ക് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് അറിയുമെന്ന് അമേരിക്ക പ്രതികരിച്ചു. MC നാസറിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾക്കായി. നാസർ, പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാവുകയാണ്. പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകില്ല എന്നൊരു അന്താരാഷ്ട്ര വിലയിരുത്തലിനെ മറികടന്നുകൊണ്ട് ഇറാനെ കൂടുതൽ പരസ്യമായി യുദ്ധമുഖത്തേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ, സമാന നീക്കങ്ങൾ, അത് അമേരിക്ക അറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണെന്ന് കൂടി വരുമ്പോൾ വീണ്ടും ഈ പശ്ചിമേഷ്യയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. നിലവിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് നാസർ? ജിൽസി, ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്ഫഹാൻ എയർപോർട്ടിന് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായിട്ടുള്ള ഇറാനിയൻ TVയോ മറ്റോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പല ഭാഗങ്ങളിലേക്കുമുള്ള ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള, തെഹ്റാൻ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലേക്കുള്ള വിമാന സർവീസ് പൂർണ്ണമായിട്ട് വിലക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം വരുന്നത്. മിസൈൽ ആക്രമണം നേരിട്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് നേരിട്ട് തന്നെയാണ് മിസൈൽ ആക്രമണം നടന്നത് എന്ന സൂചനകൾ കൂടി വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് അമേരിക്കയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങൾ ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് ബോധ്യമുണ്ട്, തങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നൊരു പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാൻ സാധിക്കും, ഇന്നലെ രാത്രിയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി UN രക്ഷാസമിതിക്ക് മുമ്പാകെ പ്രസംഗിച്ചത്. അത്